ഞാനൊരു കോഴിക്കോട്ടുകാരി ആയതിനു ശേഷമാണ് കേട്ടോ മുട്ട കൊണ്ട് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടെന്ന് അറിഞ്ഞത്. വീട്ടിൽ വിരുന്നുകാരെങ്കിലും പെട്ടെന്ന് വന്നാൽ ഉമ്മ പറയും മുട്ട കായം തേക്കാൻ 4-5 മുട്ട പുഴുങ്ങാൻ വെക്കാൻ. മുട്ട വെള്ളത്തിലിട്ട് ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് പുഴുങ്ങിയിട്ട് തീ ഓഫാക്കുക. ഇനി ഇതാ ഇതുപോലെ മുട്ടയുടെ തൊലി കളയാം. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന 2 പണിയാണ് മുട്ടയുടെ തൊലി കളയണതും പിന്നെ പാത്രം തേച്ച് കഴുകണതും. അവിടെ ഇവിടെ പൊട്ടാതെ ഇങ്ങനെ മുട്ട കിട്ടുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണല്ലേ. ഉപ്പിട്ട് പുഴുങ്ങിയത് കൊണ്ട് ഇങ്ങനെ നൈസായിട്ട് ഊരി പോന്നോളൂ കേട്ടോ. ഇനി മസാല പിടിക്കാനായിട്ട് മുട്ടയുടെ മേലെ മുട്ടയുടെ ഉണ്ണിയെ വേദനിപ്പിക്കാതെ കോഴിക്കോട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മുട്ടക്കുഞ്ചിയിൽ തട്ടാതെ 4-5 വര ഇട്ട് കൊടുക്കണം. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് അതിലേക്ക് മുട്ട പെറുക്കിയിട്ട് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്തതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് പാത്രം മൂടി വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ മുട്ട തിന്നാൻ നേരത്ത് മുട്ടയുടെ ഉണ്ണി ഏതാണെന്ന് അറിയാൻ നമ്മുടെ കണ്ണുണ്ടാവില്ല കേട്ടോ. ഇനി ഇങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് മുരിച്ചെടുത്താൽ നമ്മുടെ മുട്ട കായം തേച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പഠിച്ചതിന് ശേഷം മിക്ക ദിവസവും ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ ചായക്ക് കടി വന്ന് തന്നെയായിരുന്നു കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാടോ.